ഹായ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിയിൽ നമ്മൾ ഡ്രോ ചെയ്ത ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു പോയിന്റ് തന്നെ റിവേഴ്സൽ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു എൻട്രി നോക്കുന്നത് ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് നമ്മൾ പ്രീവിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്നൊക്കെ നല്ല രീതിയിൽ ഫാള് കിട്ടിയിട്ടുള്ള ഒരു സോണാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കുമെന്നാണ്. അപ്പോൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഒരു ടൈപ്പ് ക്യാൻഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഫാൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി തന്നെ നല്ലൊരു ബുള്ളിഷ് മോഡിലാണ് ഉള്ളത്. അപ്പോൾ ഒരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിയിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. 2 ദിവസമായിട്ട് ഫീവർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ലൈവ് ട്രേഡ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് റിവേഴ്സൽ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു എക്സാക്റ്റ് ഒരു ബിയറിഷ് ടൈപ്പ് ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ എൻഡ് കാണിക്കുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിലാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ എടുത്തതാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം ഹോൾഡ് ചെയ്യുന്നില്ല. പിന്നെ നിഫ്റ്റി എക്സ്പയറി ഡേ കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ചെറിയൊരു ഫാൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 24,400ൻ്റെ പുട്ട് ഓപ്ഷനാണ്. 200 ക്വാണ്ടിറ്റിയാണ് ഷോർട്ട് സെല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എസ് എൽ നമ്മളിവിടെ മാനുവലി സെറ്റ് ചെയ്തിട്ടുണ്ട്. 200 ക്വാണ്ടിറ്റി ഈ ഒരു 27.45 എന്നുള്ള റേഞ്ചിൽ എസ് എൽ നമ്മൾ മാനുവലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ മിനിമൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡിൽ വരുള്ളൂ. ഓക്കെ, ഫസ്റ്റത്തെ എൻട്രി നമ്മൾ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ സെയിം എൻട്രി ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു കൺവിക്ഷൻ വന്നതുകൊണ്ട് ഒന്നും കൂടെ ആ ഒരു സെയിം എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഫാൾ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എസ് എൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സോണിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്നാൽ മാത്രം. ഓക്കെ, അതുവരെ നമ്മളിത് ഹോൾഡ് ചെയ്യാനാണ് പ്ലാന്. ഓക്കെ, ഫൈനലി നമ്മളെ ആ ഒരു ലോസ് റിക്കവർ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് മാർക്കറ്റിൽ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രെയിലിംഗ് എസ് എൽ എന്നുള്ള രീതിയിൽ ഇവിടെ എസ് എല്ലിനെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിലിംഗ് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. നെറ്റ് നമ്മൾ 1500 റേഞ്ചിൽ ഇപ്പോൾ പ്രോഫിറ്റിലാണുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ എൻട്രി നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോൾ കണ്ടപ്പോൾ ഒരു റിവേഴ്സൽ തന്നെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമ്മളെ എസ് എൽ ഹിറ്റായി. എഗെയിൻ ഇവിടുന്ന് റിവേഴ്സൽ കാണിച്ചപ്പോൾ നമ്മൾ എഗെയിൻ എൻട്രി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിഫ്റ്റി നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, സമയം ഓൾമോസ്റ്റ് 12 മണി ആയിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം നിഫ്റ്റിയിൽ 2 പൊസിഷൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ ഓർഡർ വിൻഡോ നോക്കിയാൽ മനസ്സിലാവും. 4 പൊസിഷൻസ് ആയിട്ടാണ് നമ്മൾ എൻട്രീസ് ആഡ് ചെയ്തിട്ടുള്ളത് 200 ക്വാണ്ടിറ്റി വെച്ചിട്ട്. നെറ്റ് നമ്മളൊരു 9000 റേഞ്ചിൽ പ്രോഫിറ്റബിൾ ആണ്. ഫസ്റ്റ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി രണ്ടാമത് എടുത്ത ഈ ഒരു എൻട്രി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഒരു പെട്ടെന്നുണ്ടായ ഒരു മൊമെൻ്റ് ആയിരുന്നു. ഫസ്റ്റത്തെ എൻട്രി നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് ഇന്ന് നമ്മൾ ഒരു റിവേഴ്സൽ ആയിരിക്കും എന്ന് കൺഫേം ആക്കിയ ഒരു ക്യാൻഡിലായിരുന്നു ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും കൂടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു, ഇവിടുന്ന് ബയേഴ്സ് മാർക്കറ്റിനൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവർക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഫാളായി. ഈ ഒരു മൊമെൻറ്റോ നമുക്ക് ഈ 2 ക്യാൻഡിലിൻ്റെ മൊമെൻറ്റോ നമ്മൾ ഓൾമോസ്റ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് ഒരു 9000 റേഞ്ചിൽ പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ട്രേഡ് എടുത്തിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേഡിങ്ങിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഈ ഒരു ടൈപ്പ് ക്യാൻഡിലൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം എന്തായാലും നമുക്കൊരു ഫാൾ കിട്ടുന്നുള്ളത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ലോസേ നമുക്കിവിടെ വരുള്ളൂ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ എൻട്രി എടുത്തത്. ഓക്കെ, പിന്നെ സെക്കൻഡ് എൻട്രി നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് എടുത്തത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ ഈ ഒരു റേഞ്ച് കൂടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എഗെയിൻ പൊസിഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ആ സമയത്തൊക്കെ ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ ഫാൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. പിന്നെ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ ഒരു ടാർഗറ്റ് ആയിരുന്നു. നമുക്ക് എഗെയിൻ ഈ ഒരു റേഞ്ചിലൊക്കെ എൻട്രി ഉണ്ട്, പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല. നോർമൽ നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ സെഷനിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈവ് ട്രേഡ് വീഡിയോസൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ചാർട്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.